Hallelujah. Praise the Lord. Praise the Lord. ദൈവം നമ്മോടൊപ്പമാറാകട്ടെ. ഇന്ന് ഈ പകല് ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലൊരു കൂട്ടായ്മ തന്നെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് കുറച്ചു നേരം വചനചിന്തയിലായിരിക്കാം. ഞാൻ എടുക്കാൻ പോകുന്ന സങ്കീർത്തനമാണ് 90. 91 സാംസ് ഒന്നുകൂടെയും പറയാം. സാംസ് 1:1. സാംസ് 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തൻ പാർക്കുകയും ചെയ്യുന്നവൻ, സർവശക്തന്റെ രേഖയിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. ഹല്ലേലൂയ. 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 അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അത്യുന്നതന്റെ മറവിലായിരിക്കണം നമ്മള്. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ മറവില്. ഹല്ലേലൂയ. സ്തോത്രം. അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മറവിലായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ? സർവശക്തന്റെ നിഴലിൻ കീഴിൽ. സർവശക്തന്റെ നിലയും കീഴിൽ. സർവശക്തൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിലയും കീഴിൽ നമ്മൾ നിൽക്കണം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, യഹോവയെക്കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, നമ്മൾ ആശ്രയിക്കുന്ന ദൈവം, നമ്മൾ ആശ്രയിക്കുന്ന പരിപാലകൻ. ഹല്ലേലൂയ. ആമേൻ. അത് നമ്മുടെ ദൈവമാണെന്ന് നമ്മൾ പറയണം. ആമേൻ. സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന. അത് നാലാമത്തെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. അവൻ നിന്നെ വേട്ടക്കാരന്റെ കിളിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും പിടിപ്പിക്കും. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ വേട്ടക്കാരന്റെ കെണി, നിന്റെ വേട്ടക്കാരനല്ല, നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ നാശനമായ മഹാമാരിയിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതിനെ നമ്മൾ ഇന്ന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തെ, നമ്മളെ സർവശക്തനായ ഒരു ദൈവത്തെ നമ്മൾ ഇന്ന് പുകഴ്ത്തുന്ന, ആരാധിക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തെ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പറഞ്ഞേക്കുന്നത് എന്താ? ആമേൻ. സ്തോത്രം. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വസം അവനക്ക് പരിചയം പലകയാവുന്നു. ഹല്ലേലൂയ. അവന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വാസം എനിക്കും പഞ്ഞയും പലകയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നിന്റെ വേട്ടക്കാരന്റെ കിണിയിൽ നിന്നും നാശകരമായ മഹാമാരി വിടുവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താന്ന് പറഞ്ഞാൽ ഒരു വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് നമ്മളെ വിടുവിക്കൊരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. അവന്റെ കിണിയിൽ നിന്ന് ശത്രുവിന്റെ കെണിയിൽ നിന്നും, ശത്രു എന്ന് പറഞ്ഞാൽ പിശാച്, താഴെയുള്ള ഒരു പിശാന്റെ കെണിയിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. പിശാച് വല വീശാൻ നോക്കി, എന്നാലും അത് നടന്നില്ല. പിശാന്റെ ആഗ്രഹം കൊണ്ട് അത് നടന്നില്ല, ദൈവത്തിന്റെ ആഗ്രഹം നടന്നു. ഹല്ലേലൂയ. അത് തന്നെ പറഞ്ഞേക്കുന്നുണ്ട് മഹാമാരിയെ. ഈ മഹാമാരിയെ നമ്മുടെ അടുത്തേക്ക് വരികയില്ല. ഹല്ലേലൂയ. ആൾക്കാർ പെരുവിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാര് COVID-19 വന്ന് മരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാലും എണ്ണങ്ങൾ കുറയാൻ, രോഗികളെ കുറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളെ സൗഖ്യമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് രോഗികളാണ് അവരുടെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ എന്ത് പ്രാർത്ഥന വിഷയമാണോ, എന്ത് വിഷയങ്ങളാണോ, അതിന്റെ മേൽ ദൈവം യുദ്ധം ചെയ്യാൻ നല്ലവരാണ്. ഹല്ലേലൂയ. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുക ദൈവമാണ്. ഹല്ലേലൂയ. ഭൂമിയെ എല്ലാം ഉണ്ടാക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. വെളിച്ചം തരുന്ന ഒരു ദൈവമാണ്. കർത്താവാണ്. ദൈവമാണ്. നമ്മളെ എല്ലാത്തിലും വഴികളിൽ കൂടെ നടത്തുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊരു പ്രാവശ്യം നമ്മളെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. അത് വേണ്ടി പറഞ്ഞേക്കുന്നല്ല, തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറയിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. ഹല്ലേലൂയ. തന്റെ തൂവൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തൂവൽ കൊണ്ട് നമ്മളെ മറയ്ക്കും. പിശാച് വരുമ്പോ ദൈവത്തിന്റെ തൂവൽ കൊണ്ട് നമ്മളങ്ങനെ മറയ്ക്കും. ഹല്ലേലൂയ. അടുത്ത കഴിഞ്ഞ് പറഞ്ഞേക്കുന്നത്
അവന്റെ വിശ്വാസത അവന്റെ ചിറയിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ ചിരയും കീഴിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിരയും കീഴിൽ നമ്മൾ ശരണം പ്രാപിക്കും. ആമേൻ. സ്തോത്രം. അടുത്ത വാക്യം, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. ഹല്ലേലൂയ അവന്റെ വിശ്വസ്തത നിങ്ങൾക്ക് പരിചയം പലകയുമാകുന്നു. ആമേൻ. ഞാൻ ഇന്ന് പറയട്ടെ, നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ നമ്മുടെ ദൈവം വലിയവനാണ്. ഈ മഹാമാരി ഇവിടെ നിന്ന് മാറാൻ നമുക്ക് പ്രാർത്ഥിച്ച് ഈ മഹാമാരിയെ പേടിക്കേണ്ട, ഈ മഹാമാരിയെ ഭ്രമിച്ചിടേണ്ട. നമ്മളെ ദിനവരെയും കാക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ ഈ മഹാമാരിയെ പേടിക്കേണ്ട, ഈ മഹാമാരിയെ പ്രേമിച്ചിടണ്ട, ഈ മഹാമാരിയെ പേടിക്കേണ്ട. ആമേൻ. ഈ മഹാരോഗത്താൽ ഭ്രമിച്ചിടേണ്ട. നിനവയിൻ യാചന കേട്ടൊരു നമ്മയും ഓർക്കാതെ പോയിടുമോ. നിനവയിൻ യാചന കേട്ടൊരു ദൈവം നമ്മയും ഓർക്കാതെ പോയി. ഹല്ലേലൂയ നമ്മളെ ഓർക്കാതെ ദൈവം പോകത്തില്ല. ഹല്ലേലൂയ ദൈവം പറഞ്ഞൊരു ജോഷുവ പറഞ്ഞൊരു കാര്യമാണ്, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നമ്മൾ അങ്ങനെ പറ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നമ്മൾ കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കും. ഹല്ലേലൂയ ദിനമായി നാം നമ്മുടെ വാക്ക് കേൾക്കാതെ ദൈവം പോകത്തില്ല. നമ്മുടെ വാക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയില്ല. നമ്മൾ എങ്ങനെയാ ദൈവത്തിനോട് സംസാരിക്കുന്നത്? ബൈബിളിലാണ്, ബൈബിളിൽ കൂടിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ദിനമായി നമ്മളെ ഓർത്തൊരു ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ക്രൂശിച്ചപ്പോ മറ്റേ കള്ളം പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോയിക്കൂടെ. മറ്റേ കള്ളം പറഞ്ഞു, ദൈവം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ അപ്പൊ ആ കള്ളം പറഞ്ഞു, മറ്റേ കള്ളം പറഞ്ഞു, ഈ പറഞ്ഞ കള്ളം പറഞ്ഞു, നീ പോകുമ്പോൾ എന്നെയും കൂടെ ഓർക്കുമെന്ന്. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്? എന്നാൽ നിങ്ങൾ കേട്ടോ, നിങ്ങൾ സ്വർഗത്തിൽ പൊയ്ക്കോ. എന്നാൽ ഈ കാര്യം മറക്കല്ലയോ, ബൈബിൾ വായിക്കുക, പാട്ട് പാടുക, ദൈവത്തിനോട് പറ്റിച്ചേരുക. ഇതാണ് ഒരു സ്വർഗത്തിൽ പോണതിലുള്ള വിശ്വാസം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.